അമേരിക്കൻ അധിനിവേശത്തെ അപലപിച്ച് മാർപ്പാപ്പ. പോപ്പ് ഒരു അമേരിക്കക്കാരൻ കൂടിയാണ്. ആ പോപ്പ് അതിശക്തമായി അമേരിക്കയുടെ അധിനിവേശത്തെ അപലപിച്ചിരിക്കുകയാണ്. വെനിസ്വേലയുടെ പരമാധികാരം സംരക്ഷിക്കപ്പെടണം എന്ന നിലപാട് ഉയർത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ന്യൂയോർക്കിന്റെ മേയറായ മംദാനി, അദ്ദേഹം അതിശക്തമായി ഇതിനെ അപലപിച്ചിരിക്കുകയാണ്. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും ഈ വീഡിയോ ചെയ്യണം, ഈ വാർത്ത വന്നപ്പം തന്നെ അതിശക്തമായി അമേരിക്ക ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ ട്രംപ് ചെയ്തത് ശരിയല്ല, അമേരിക്ക എന്ന രാജ്യത്തിലെ ഒരു വിഭാഗത്തിന്റെ മാത്രം അല്ലെങ്കിൽ റിപ്പബ്ലിക്കന്മാരുടെ ഭൂരിപക്ഷത്തിലാണ് ട്രംപ് നിൽക്കുന്നത്. അതുകൊണ്ട് ട്രംപിന്റെ നടപടി തെറ്റാണെന്ന് പറഞ്ഞ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ അന്ന് ചെയ്യാത്ത എന്താ അറിയോ, 2 ദിവസം മുമ്പ്, അല്ലെങ്കിൽ ഇന്നലെയും ചെയ്യാത്തതിന്റെ ഒരു റീസൺ, നമ്മൾ എന്തിനാണ് വെറുതെ ഇപ്പം നമ്മളൊരു വീഡിയോയും മറ്റും ഇട്ട് ഒരു ഇഷ്യൂ ആക്കുന്നത്? അമേരിക്കക്കാരിപ്പോ സോഷ്യൽ മീഡിയയുടെ ഹിസ്റ്ററി കൂടി ചെക്ക് ചെയ്താണ് പല കാര്യങ്ങളും അവരുടെ രാജ്യത്തിലേക്ക് വരുന്നതും പോകുന്നതും വിസയും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് അമേരിക്കയിലേക്ക് ഇപ്പൊ 10 വർഷത്തേക്കൂടെ വിസയുണ്ട്. ഇതിന് മുമ്പും 10 വർഷം ഉണ്ടായിരുന്നു. അവിടെ ചില കമ്പനികളുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ യൂണിവേഴ്സിറ്റികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ ചില ഇനീഷ്യേറ്റീവുകൾ തുടങ്ങാൻ ഉദ്ദേശമുണ്ട്. വെറുതെ ഇത് പറഞ്ഞ് റിസ്ക് എടുക്കുന്നത് എന്തിനാ? ട്വിറ്ററിലും മറ്റും ഇട്ട് നോക്കിയിട്ട് അവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇത് കാണുമല്ലോ, എന്തെങ്കിലും അങ്ങനെ പ്രശ്നം ഉണ്ടാവുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അവിടെയാണ് ദൈവീകമായ നന്മ പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഞാൻ പോപ്പിന്റെ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത്. പോപ്പ് അമേരിക്കക്കാരനാണ്, പോപ്പ് ക്രിസ്ത്യാനിയാണ്, പക്ഷേ അതിശക്തമായി അമേരിക്ക ചെയ്തത് ശരിയല്ല. വെനിസ്വേല ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്, കമ്മ്യൂണിസ്റ്റ് ലീനിങ് ആയ സോഷ്യലിസ്റ്റ് രാജ്യമാണ്. പോപ്പ് അതിന്റെ വ്യത്യസ്തമായ ഒരു ധ്രുവത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്. എന്നാൽ വെനിസ്വേലയോട് ചെയ്തത് ശരിയല്ലെന്ന് പറയാൻ ഈ മഡൂറോ എന്ന് പറയുന്ന അവിടുത്തെ വ്യക്തി സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റ് ആയുള്ള ആളാണ്. കൗതുകം എന്ന് പറയട്ടെ, ഇന്ത്യൻ ആത്മീയതയിലൊക്കെ വലിയ താല്പര്യവും സത്യസായി ബാബയിലൊക്കെ വലിയ താല്പര്യമുള്ള വ്യക്തിയാണ്. അതിനെ എതിർക്കാൻ പോപ്പ് കാണിക്കുന്നത് ഒരു നന്മയാണ്, ധൈര്യമാണ്. അതായത് ആരെങ്കിലും ചത്തുപോട്ടെ, നമുക്ക് എന്താണ്, ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തി അമേരിക്കൻ പ്രസിഡന്റ് ആണ്, അയാളെ വെറുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നതിന് പകരം അത് തെറ്റാണെന്ന് പറയാൻ പോപ്പ് കാണിക്കുന്ന, മംദാനി കാണിക്കുന്ന നന്മയിലാണ് ലോകത്തിന്റെ പ്രതീക്ഷ. ഇവർക്ക് എന്താണ് ഈ നന്മയുണ്ടെന്നറിയാം? ആ നന്മയുള്ളത് ആ വിശുദ്ധ പുസ്തകങ്ങളിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. പരിശുദ്ധ ബൈബിളിലും പരിശുദ്ധ ഖുറാനിലും വിശ്വസിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ വിശ്വസിക്കുന്നവനാണ് ആ നന്മ ഉണ്ടാകുക. അതായത് ശക്തന് മുമ്പിൽ മുട്ടുവറച്ച് നിൽക്കാനും അടിയറവ് പറയാനും ശക്തൻ പറയുമ്പോൾ, അതിശക്തിയുള്ളവൻ പറയുമ്പോൾ അവൻ എന്ത് അനീതി ചെയ്താലും പഞ്ചപുച്ഛമടക്കി മിണ്ടാതിരിക്കാം എന്ന് കരുതുന്നവന് ഇത് പറയാൻ കഴിയില്ല. പകരം തനിക്കൊരു ദൈവമുണ്ടെന്നും ആ ദൈവം താൻ നീതിയും സത്യവും ചെയ്താൽ തന്നെ രക്ഷിക്കുമെന്ന് വിശ്വാസമുള്ളവന് മാത്രമേ ആ സത്യം പറയാൻ കഴിയൂ. അതാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചത്. ആ പാതയിൽ പോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷെ എനിക്ക് പോലും, അതായത് അമേരിക്കയിൽ ഇടയ്ക്കിടയ്ക്ക് മാത്രം പോകാറുള്ള, എൻ്റെ സോഷ്യൽ മീഡിയ വല്ലതും ചെക്ക് ചെയ്ത് ഭാവിയിൽ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ഒരു നിമിഷം പോലും ശങ്കിച്ച, എന്നെ പോലുള്ള ഈ പാതയിൽ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ പോലും ഉണ്ടെങ്കിൽ നമ്മുടെ ലോക നേതാക്കളും രാജ്യ നേതാക്കളും എത്രമാത്രമായിരിക്കും. ഇപ്പൊ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒരു ഔദ്യോഗിക പ്രതികരണവും വന്നില്ല. തെറ്റാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. വെനിസ്വേലയിൽ അവരുടേതായ പ്രശ്നങ്ങളുണ്ട്, അവരുടെ ഇലക്ഷൻ ഫെയർ ആയിരുന്നില്ല എന്ന് പറയുന്നു, അതൊക്കെയുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിനർത്ഥം അമേരിക്ക അവിടെ കയ്യേറി, അമേരിക്ക ആ രാജ്യത്തെ റൺ ചെയ്ത് അവിടുത്തെ ഓയിൽ അടിച്ചു മാറ്റും എന്നുള്ളതാണോ? അവിടുത്തെ ഓയിലിന് വേണ്ടിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ ഉള്ള സ്ഥലമാണ് വെനിസ്വേല, അവിടേക്ക് കയറും എന്നാണോ? അപ്പോൾ അതൊക്കെ വെറും പറയുന്ന ന്യായീകരണമാണ്. ഇറാഖിന്റെ കാര്യം നമ്മൾ കണ്ടിട്ടില്ലേ? വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്ന പച്ച കള്ളം പറഞ്ഞാണ് ഇറാഖ് അധിനിവേശം ഉണ്ടായത്. എത്ര ലക്ഷങ്ങൾ മരിക്കുകയുണ്ടായി, എത്ര ട്രില്യൺ ഡോളേഴ്സ് ചിലവുണ്ടായി. അവസാനം തോറ്റ് അമേരിക്ക ഇറാഖിൽ നിന്ന് പിന്മാറി, അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ച് തോറ്റ് പിന്മാറി. ചെറിയ രാജ്യമായ വിയറ്റ്നാം, അവരുടെ പോരാട്ട വീര്യം കാരണം അമേരിക്ക തോറ്റ് പിന്മാറി. ഇതിന്റെ കാര്യം എന്തുകൊണ്ടാണ്? ഇതിന്റെ പ്രശ്നം, അമേരിക്ക എന്ന രാജ്യത്തിന് അതിൻ്റെതായ കുറെ പോസിറ്റീവുകളുണ്ട്. പക്ഷെ ഈ ചെയ്യുന്നത് തെറ്റാണ്, അധിനിവേശമാണ്, അക്രമമാണ്, അതിക്രമമാണെന്ന് പറയാൻ ഒരു പോപ്പിന് ധൈര്യം കിട്ടുന്നത് ബൈബിളിൽ നിന്നാണ്. ഒരു മംദാനിക്ക് ധൈര്യം കിട്ടുന്നത് പരിശുദ്ധ ഖുറാനിൽ നിന്നും, പോപ്പിന് ധൈര്യം കിട്ടുന്ന പരിശുദ്ധ ബൈബിളിൽ നിന്നുമാണ്. ഞാൻ ഇന്നലെ നമ്മുടെ കാതോലിക്ക ബാവ അതിശക്തമായ രീതിയിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിനെയും വിമർശിച്ച്, RSSനെ വിമർശിച്ച്, ശ്രീ നരേന്ദ്രമോദിജിയെ വിമർശിച്ച് ചെയ്തൊരു വീഡിയോയെ കുറിച്ച് പറഞ്ഞിരുന്നു. ചില ആൾക്കാർ അതിൽ കാതോലിക്ക എന്ന പ്രൊനൗൺസിയേഷൻ വന്നതായി ചൂണ്ടിക്കാട്ടി, ക്ഷമിക്കണം, ഒരു തെറ്റ് പറ്റിയതാണ്. കാതോലിക്ക ബാവ എന്നാണ്, ശ്രേഷ്ഠ കാതോലിക്ക ബാവ. ഓർത്തഡോക്സ് സഭയാണ്. AD 52 മുതൽ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ നമ്മുടെ ഇടയിലുണ്ട്. ലോകത്തിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ ആദ്യ ക്രിസ്തീയ സമൂഹങ്ങളിലും. അദ്ദേഹത്തിന് ആ വിമർശിക്കാൻ ധൈര്യം കിട്ടുന്നത് ദൈവവിശ്വാസി ആയതുകൊണ്ടാണ്. മഹാത്മാഗാന്ധിക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുകുത്തിക്കാൻ സത്യത്തിലും അഹിംസയിലൂടെയും സത്യാഗ്രഹത്തിലൂടെയും കഴിയുമെന്ന് വിശ്വസിക്കുന്നത് അദ്ദേഹം ഒരു ദൈവവിശ്വാസി ആയതുകൊണ്ടാണ്. ദൈവമോ സത്യമോ നീതിയോ വിശ്വാസമുള്ളതുകൊണ്ടാണ്. ആ നീതിയിലും സത്യത്തിലും വിശ്വസിക്കണം. ലെഫ്റ്റിസ്റ്റുകളോട്, സോഷ്യലിസ്റ്റുകളോട്, കമ്മ്യൂണിസ്റ്റുകളോട് എതിരഭിപ്രായം ഉണ്ട് പല കാര്യങ്ങളിലും.
പക്ഷെ അതിനർത്ഥം അവരുടെ രാജ്യത്ത് അതിക്രമിച്ച് കയറി അവരുടെ എണ്ണ സമ്പത്ത് അടക്കം കൈയടക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്ന് പറയാൻ BJP-കാരന്, കോൺഗ്രസ്സുകാരന്, CPM-കാരന്, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് കഴിയണം. നമ്മൾ പറഞ്ഞുകൊണ്ട് ആത്യന്തികമായി അമേരിക്ക നയമൊന്നും മാറ്റാൻ പോകുന്നില്ല. പക്ഷേ ശരിയുടെയും സത്യത്തിന്റെയും കൂടെ നിന്നുവെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ഞാനൊക്കെ ഇറാഖിന്റെ കാലത്തെ അധിനിവേശ കാലത്ത് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായതാണ്. സദാം ഹുസൈൻ ഒരുപാട് തെറ്റുകൾ കാണാം, ഇല്ലെന്ന് ആരും പറയുന്നില്ല. അല്ലെങ്കിൽ ഇറാനിലെ റജീം അയത്തുള്ള ഖൊമേനിക്ക് അവരുടേതായ പോരായ്മകൾ കാണാം. പക്ഷേ വേറൊരു രാജ്യം അവിടെ അതിക്രമിച്ച് കയറി അവരെ ഇല്ലാതാക്കുകയാണോ? അതായത് അമേരിക്കയിൽ 2020 ഇലക്ഷൻ ഫ്രോഡ് നടന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് നാളെ റഷ്യ അവിടെ അതിക്രമിച്ച് കയറി അമേരിക്കയുടെ ഇലക്ഷൻ സിസ്റ്റം ഞങ്ങൾ നന്നാക്കാമെന്ന് പറയുന്നതാണ്. അതൊക്കെ വെറും എക്സ്ക്യൂസുകളാണ്. ശക്തനോട് സത്യം പറയാനുള്ള ധൈര്യം, അതാണ് ദൈവവിശ്വാസം നമുക്ക് തരുന്നത്. അതാണ് പോപ്പിൽ, അതാണ് മംദാനിയിൽ, മഹാത്മാഗാന്ധിയിൽ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ശക്തനോട് സത്യം പറയാനാകട്ടെ. വിയറ്റ്നാം, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ പോലെ മറ്റൊരു മിസ്അഡ്വഞ്ചർ ആകാതെ എത്രയും പെട്ടെന്ന് അമേരിക്ക അവിടെ നിന്ന് പിൻവലിയട്ടെ. വെനിസ്വേലക്കാർക്ക് സ്വതന്ത്ര പരമാധികാരം തിരിച്ചു കിട്ടട്ടെ. പോപ്പ് ആഗ്രഹിക്കുന്നത് പോലെ മൈറ്റ് ഈസ് റൈറ്റ് അല്ല, റൈറ്റ് ഈസ് റൈറ്റ് ആണ്. ആ റൈറ്റ് ഈസ് മൈറ്റ് ആകുന്ന ഒരു കാലം, ശരിയാണ് മൈറ്റ് ആകുന്ന ഒരു കാലത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.